ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ ആപത്തുഘട്ടങ്ങളിൽ നമ്മെ സഹായിച്ച ദൈവത്തെ, മറ്റു വ്യക്തികളെ നമ്മുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ നാം മറന്നു പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ആശ്രയത്വ ബോധത്തിന് എളിമ ആവശ്യമുള്ളത് കൊണ്ടും ആ എളിമയെന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ടുമാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുമ്പോൾ ഒരുവൻ മാത്രമാണ് തിരികെ വന്ന് ദൈവത്തിന് നന്ദി പറയുന്നത്. അപ്പോൾ യേശുനാഥൻ ചോദിക്കുന്നു, ബാക്കി 9 പേരെവിടെ? ആഗ്രഹം നേടിക്കഴിയുമ്പോൾ ദൈവത്തെ മറക്കുന്നവരുടെ യഥാർത്ഥ മുഖമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107 അധ്യായം 1 വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. 1 തെസ്സലോനിയൻസ് 5:16 പൗലോസ് പറയുന്നു, എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, ദൈവത്തിന് നന്ദി പറയുവിൻ, ഇതാണ് ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നന്ദിയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി നാം മാറണം എന്ന സത്യം തന്നെയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3:23 സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുവാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്ന ദാനിയേൽ പ്രവാചകനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജോന പ്രവാചകന്റെ പുസ്തകം 2:9 മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്നും ദൈവം ജോനയെ മോചിപ്പിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്ന ജോന പ്രവാചകനെ നാം കാണുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 3 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങളെ പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 41 വാക്യത്തിൽ ലാസറെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് ദൈവം പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടാകണമെന്നും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ പണം കൊണ്ടും നേടിയെടുക്കുവാൻ കഴിയുന്നവ വളരെ പരിമിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന ബോധ്യത്തോടുകൂടി നന്ദിയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി നാം മാറണമെന്ന സത്യവുമാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 12:1 ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്, ഒന്നിലും നീ സന്തോഷം കണ്ടെത്തുന്നില്ല എന്ന് കരുതുന്ന ദുർദിനങ്ങൾ വരുന്നതിന് മുമ്പ് നീ നിന്റെ സൃഷ്ടാവായ ദൈവത്തെ സ്മരിക്കുക. ആയതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നാം ആര് തന്നെ ആയിരുന്നാലും, നമുക്കെത്ര കഴിവുണ്ടെങ്കിലും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നവ വളരെ പരിമിതമാണ് എന്ന ബോധ്യത്തോടുകൂടെ, നമുക്കുള്ളതെല്ലാം ദൈവം തന്നെ ദാനമാണ് എന്ന ബോധ്യത്തോടുകൂടെ എപ്പോഴും എളിമയോടെ ദൈവത്തിനും മറ്റുള്ളവർക്കും നന്ദിയുള്ളവരായി വർത്തിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. എഫേഷ്യൻസ് 5:20 പൗലോസ് പറയുന്നു, എല്ലാറ്റിനും എപ്പോഴും കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് നന്ദി പറയുവിൻ. ഈ ഒരു ബോധ്യത്തോടുകൂടെ നന്ദിയുള്ള ഹൃദയത്തിൻ്റെ വ്യക്താക്കളായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.